RSS കൊടിപിടിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലി സർക്കാരും ഗവർണറും വീണ്ടും പോരിലേക്ക്. വിവാദത്തിനിടെ ഭാരതമാതാവിനെ കൈവിടില്ലെന്ന ഗവർണറുടെ പ്രഖ്യാപനം സർക്കാരിനോടുള്ള മറുപടിയായാണ് CPM-ഉം LDF-ഉം കാണുന്നത്. രാജ്ഭവനിൽ നടക്കുന്ന സർക്കാർ പരിപാടിക്കടക്കം വേദിയിൽ ഇനി മുതൽ ഭാരതമാതാവ് ഉണ്ടാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ സർക്കാർ നീക്കങ്ങൾ നിർണായകമാണ്. വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, ഒരു ഇടവേളയ്ക്കു ശേഷം രാജ്ഭവനും സർക്കാരും ഇടയുകയാണ്. ഇത്തവണ വളരെ വിചിത്രമാണ് സംഭവങ്ങൾ. കാവിക്കൊടി പിടിച്ച ഭാരതാംബയെ പൂജിച്ചുകൊണ്ട് വേണം സർക്കാർ പരിപാടി തുടങ്ങാനെന്ന് ഗവർണറുടെ വിചിത്രമായിട്ടുള്ള ഒരു നീക്കം. അതിനെ സർക്കാർ ഇന്നലെ തന്നെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇന്നലെ പി പ്രസാദ് വലിയ കയ്യടി നേടിയിട്ടുണ്ട് ഈ ഗവർണറുടെ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ ഇടയിൽ നിന്ന്. അതിന് മുഖ്യമന്ത്രിയുടെ അനുവാദവും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഈ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയിട്ടായിരിക്കുമോ ഗവർണർ സർക്കാർ പരിപാടികൾ നടത്തുക? അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും? ഗുഡ് മോർണിംഗ് അരുൺ. ഗവർണർ തന്റെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും RSS കൊടിയേന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രമുണ്ടാകും. ആ എല്ലാ പരിപാടിയിലും നമ്മൾ രാജ്ഭവനുമായി ഇന്നലെ സംസാരിച്ചപ്പോൾ മനസ്സിലായത് എല്ലാ പൊതുചടങ്ങുകളിലും ചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം തുടങ്ങണമെന്ന് ചിലപ്പോൾ ഗവർണർ നിർബന്ധം പിടിച്ചെന്ന് വരില്ല. പക്ഷെ വേദിയിൽ ആ ചിത്രം ഉണ്ടാകും എന്ന് ഗവർണർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഗവർണർ മാധ്യമങ്ങൾക്ക് നൽകിയ സൗണ്ട് ബൈറ്റിൽ ഏതാണ്ട് ഇക്കാര്യം പറയാതെ പറയുകയും ചെയ്തു. അതായത് ഭാരതാംബയെ കൈവിടാൻ ഞാനില്ല എന്ന് ഗവർണർ പറയുകയും ചെയ്തു. ഇതിലുണ്ടാകുന്ന ഒരു പ്രശ്നം, സർക്കാരിന്റെ ഔദ്യോഗിക പല പരിപാടികൾ, ഇപ്പോൾ പരിസ്ഥിതി ദിനാഘോഷം പോലുള്ള പരിപാടികൾ രാജ്ഭവനിൽ നടക്കാറുണ്ട്. സാധാരണഗതിയിൽ മുമ്പൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സത്യപ്രതിജ്ഞയും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും സത്യപ്രതിജ്ഞയും ഒക്കെ ആയിരുന്നു രാജ്ഭവനിൽ നടന്നിരുന്നത്. പക്ഷേ കുറെ കാലമായി ചില സ്വകാര്യ സംഘടനകളുടെ പരിപാടികളും മാധ്യമ സ്ഥാപനങ്ങളുടെ പരിപാടിയുമൊക്കെ രാജ്ഭവനിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ സിന്ദൂറിന് ശേഷം ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തിയതുപോലുള്ള പരിപാടിയൊന്നും മുമ്പ് കാണാത്തതാണ്. അത്തരം പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്നലെ ഈ വിവാദത്തിന് പിന്നാലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പരിസ്ഥിതി ദിന പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിലും ഇത് ഇങ്ങനെ തന്നെ ഭാരതാംബയുടെ ചിത്രം വെക്കണമെന്ന നിലപാട് ഗവർണർ എടുത്തു. അത് വെച്ചിട്ടാണ് പരിപാടി നടന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു നിലപാട് ഗവർണർ തുടരുകയാണെങ്കിൽ ഇനി രാജ്ഭവനിലേക്ക് ഔദ്യോഗികമായ പരിപാടികളൊന്നും വെക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോകും. മുഖ്യമന്ത്രിയാണ് അതിൻ്റെ അകത്ത് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പ്രാഥമികമായ ചർച്ചകൾ സർക്കാർ തലത്തിൽ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഒരു പോരാട്ടത്തിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടാണുള്ളത്. പകരം അവിടെ പരിപാടി വെക്കാതെ ഈ പ്രതിസന്ധിയിലേക്ക് പോകാതെ നിൽക്കാം. അവിടെ പരിപാടി ഇല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്ന നിലപാടിലാണ് നിൽക്കുന്നത്. ഇതിൽ CPM-ഉം CPI-യും എടുക്കുന്ന സ്റ്റാൻഡിലും വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും CPI എടുക്കുന്ന സ്റ്റാൻഡിൽ വ്യത്യാസമുണ്ട്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരും ഇത്തരം കാര്യങ്ങളിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ഗവർണറുമായി അങ്ങ് പോരിന് പോകേണ്ടതില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഈ ഗവർണർ വന്നതിന് ശേഷം സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഗുരുമൂർത്തിയുടെ പ്രഭാഷണം വലിയ വിവാദമായ പശ്ചാത്തലത്തിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് സ്വമേധയാ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി അതിനെ വിമർശിക്കണമെങ്കിൽ ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനം ഉണ്ടാകും. ഇതിൽ പേരിനൊരു വിമർശനം ഉണ്ടായത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോഴാണ്. അപ്പോൾ ഈ വിഷയത്തിലും മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയണം. പക്ഷേ ഇനി രാജ്ഭവനിൽ പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക്. പരിപാടികൾ എന്ന് പറയുമ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലത്തുള്ള ഒഴിവാക്കാനാവാത്ത പരിപാടികൾ അവിടെ എന്തായാലും നടത്തേണ്ടി വരും. അതല്ലാതെ പരിസ്ഥിതി ദിനം പോലത്തെ പരിപാടികൾ അല്ലെങ്കിൽ മറ്റ് ചില പരിപാടികൾ, വനിതാ ദിനം പോലെയുള്ള ദിനങ്ങളിൽ ചിലപ്പോൾ അവിടെ നടത്താറുണ്ട്. അത്തരം പരിപാടികൾ വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണ്. അരുൺ, ഓക്കെ റഹീസ്, എന്തായാലും ചില ആളുകളൊക്കെ ഭാരതാംബയെ തപ്പി തുടങ്ങിയിട്ടുണ്ട്.